ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്ന് ഈശോ തൻ്റെ വരാനിരിക്കുന്ന പീഡാസഹനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വചനഭാഗം നമ്മെ ഇന്ന് ധ്യാനിക്കാൻ സഹായിക്കുകയാണ്. ഒരു ഗ്രാമത്തിലെ ഒരു വിശുദ്ധനായ വൈദികൻ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അദ്ദേഹം നേടിയെടുത്ത പുണ്യങ്ങൾ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിനെക്കുറിച്ച് കേൾക്കാനിടയായ ഒരുപാട് മനുഷ്യരെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിശുദ്ധി അറിയുന്ന എല്ലാവരും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും അത്ഭുതങ്ങൾ അടയാളം കാണുവാനായിട്ട് എത്തിച്ചേർന്നിരുന്നു. പക്ഷെ ഇത് അധികാരികൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ അവരെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ അത് എങ്ങനെ ഇതില്ലാതാക്കാമെന്ന ചിന്തയാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ ഈ സംഭവങ്ങൾ ഇങ്ങനെ വളരെ മനോഹരമായി പോകുമ്പോൾ അധികാരികളുടെ അടുക്കല് ഇത് എത്തിച്ചേരുമ്പോൾ ഇതിന് പരാതിയുമായി ചെല്ലുന്നവരോട് അധികാരി പറയുന്ന ഇപ്രകാരമാണ്: നമ്മുടെ മുൻപിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മുൻപിൽ പ്രവർത്തിക്കുന്നില്ലേ അദ്ദേഹത്തിലൂടെ, പിന്നെ നമുക്ക് എങ്ങനെ അതിനെ എതിർക്കാൻ സാധിക്കും? നമുക്ക് അതിനെ കാത്തിരുന്ന് വീക്ഷിച്ചുകൊണ്ട് നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചയക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഈശോയെ കൊല്ലാൻ തീരുമാനിക്കുന്ന ഭരണാധികാരികള്, പ്രത്യേകിച്ച് മത മേലധ്യക്ഷന്മാര് കയ്യഫാസിന്റെ നേതൃത്വത്തിൽ അവരെ ഒരുമിച്ച് കൂടി ഈശോയെ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഈശോ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്: മനുഷ്യപുത്രൻ മനുഷ്യകരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അവർ അയാളെ പീഡിപ്പിക്കും, മരണത്തിന് വിധേയനാക്കും എന്നൊക്കെ. അപ്പൊ അതിന്റെ ഈശോയുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്നോളമാണ് കയ്യഫാസ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കണമെന്ന് പറയുമ്പോൾ ഈശോ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈശോ എല്ലാവർക്കും വേണ്ടി തന്റെ ജീവൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരെ വിധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നേർസാക്ഷ്യം നൽകുന്ന വചനഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ഈശോയിലെ നന്മയെ ഉൾക്കൊള്ളുവാനായിട്ട് മേലധ്യക്ഷന്മാർക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ഈശോയെ വകവരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. മറ്റുള്ളവരുടെ നന്മ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് നമ്മള് വിധിവാചം ഉച്ചരിക്കുന്ന എത്രയോ അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അതിനെക്കുറിച്ച് നമ്മൾ ആഴമായി ധ്യാനിക്കേണ്ട വചനഭാഗം കൂടിയാണ് നമുക്ക് ഇന്ന് തിരിച്ചു നൽകിയിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർ മുറിവുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നുണ്ടോ? നമ്മൾ ഇന്നലെ ധ്യാനിച്ച വചനഭാഗത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്: പിതാവിൽ നിന്ന് ഞാൻ ചെയ്ത ഏത് നന്മയെ പ്രതിയാണ് നിങ്ങൾ എന്നെ കല്ലെറിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതിനവർക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈശോയുടെ നന്മയെ എല്ലാവർക്കും അറിയാം, ഈശോ ഇന്നലെ നല്ല കാര്യങ്ങളാണെന്ന് അറിയാം. പക്ഷെ അവർക്ക് ഈശോ ഉൾക്കൊള്ളുവാനോ ഈശോ നന്മയെ അംഗീകരിക്കാനോ പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ കയ്യഫാസും മറ്റ് ഉള്ളവരും ഈശോയെ വകവരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈശോയുടെ നന്മ കണ്ടുകൊണ്ടാണ്. ഈശോയുടെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളല്ല. അവരിൽ നിന്ന് ജനങ്ങൾ ഈശോയിലേക്ക് പോകുമെന്നുള്ള ഭയമാണ് അവരെ ഈശോയെ വകവരുത്തുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നേട്ടങ്ങൾക്ക് വിഘാതമാകുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുമ്പോൾ അതിനെ നമ്മുടെ ശക്തിയൊക്കെ എതിർക്കുന്നു. നമുക്ക് അനുകൂലമല്ലാത്ത എല്ലാത്തിനും എതിർക്കാനായിട്ടുള്ള ഒരു മാനസികമായ ത്വര നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് മാറ്റിയെടുക്കണം. നന്മയെ അംഗീകരിക്കണം. നന്മയെ അംഗീകരിക്കുമ്പോൾ ആ നന്മയെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കൂട്ടായ്മയില് അതുവഴി സമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പൊ അതിന് സാധിക്കട്ടെ. ഇന്നത്തെ വചനം നന്നായിട്ട് ധ്യാനിക്കാം. കാരണം കയ്യഫാസും കൂട്ടരും ഈശോയെ വധിക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ തിന്മയുണ്ടായിട്ടല്ല, അതിന് പകരമായിട്ട് ഈശോയുടെ നന്മയെ അവരെ അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുറവുകളെ തിരിച്ചറിയുകയും തിരുത്തുകയും ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. വചനം നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കുവാനും അതനുസരിച്ച് നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും കുറിച്ചുകൊണ്ട് ചേർത്ത് ജീവിക്കുവാനും ഈ വിശുദ്ധ വാരത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് സാധിക്കട്ടെ. ഉള്ള എല്ലാ നന്മകളും ഈശോ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.